70-80% ആളുകളും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. 10-20% ആളുകളെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുള്ളൂ. നെഗറ്റീവ് തിങ്കിങ് റീപ്ലേസ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക. നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുക. നമ്മൾ നന്ദിയുള്ളവരായി തീരുക. നമുക്ക് നല്ലൊരു ഫാമിലി ഉണ്ട്. ഫാദർ, മദർ, വൈഫ്, ചിൽഡ്രൻസ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാത്തിനും നമ്മൾ നന്ദിയുള്ളവരായി തീരുക. ബി പ്രസൻറ്റ്, ലിവ് പ്രസൻറ്റ്. നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് റിഗ്രറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ പ്രസൻ്റായിട്ട് ജീവിക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വയം ചെയ്തു തുടങ്ങുക. ലവ് യുവർ നേച്ചർ. നമ്മളെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുക. നമുക്ക് നമ്മളെ പെറ്റ്സിനെ ഇഷ്ടപ്പെടാം, ചെടികളെ ഇഷ്ടപ്പെടാം. പോസിറ്റീവ് എനർജി തരുന്ന പുസ്തകങ്ങൾ വായിക്കുക. ഡെയിലി ഒരു പേജെങ്കിലും വായിക്കുക. ഓഡിയോ ബുക്സൊക്കെ വേണമെങ്കിൽ കേൾക്കാം. നമ്മളെപ്പോഴും ടുവാർഡ്സ് തിങ്കിങ് ആവുക. എവേ ഫ്രം തിങ്കിങ് ഒഴിവാക്കിയതിന് ശേഷം ടുവാർഡ്സ് തിങ്കിങ് ആവുക. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ നമുക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോർമൻ വിൻസെൻ്റ് പീലിൻ്റെ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം വിഷ്വലൈസ്, പ്രയറൈസ് ആൻഡ് ആക്ച്വലൈസ് എന്ന്. നമ്മൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുക. നമ്മളെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. പിന്നെ അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, പ്രയറൈസ് ചെയ്യാം. ദെൻ നമ്മൾ ആക്ച്വലൈസ് ചെയ്യാം. നമ്മൾ ആ ഒരു സ്വപ്നം, നമ്മളെ ഒരു ആഗ്രഹം നടന്നതായിട്ട് നമ്മളിങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെ പോസിറ്റീവ് തിങ്കേഴ്സിന് ഒരു പവർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കും.